ഹലോ മക്കളെ, അപ്പോൾ എല്ലാവർക്കും മെച്ചപ്പെടുന്ന പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പ്ലോറിംഗ് ദ മിക്സേഴ്സ് ആൻഡ് ദെയർ സെപ്പറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു അടിപൊളി ടോപ്പിക്കാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ടോപ്പിക്ക് ഇന്ന ആൾക്ക് അയച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ ഇന്ന കൂട്ടുകാരിക്കോ കൂട്ടുകാരനോ അയച്ചാൽ കൊള്ളാം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ അയക്കാൻ മടിക്കരുത്. അപ്പം നേരെ നമുക്ക് കാര്യത്തിലേക്ക് വരാം. എന്താണ് ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? അപ്പോൾ പല കുട്ടികൾക്കും ഇതിനെപ്പറ്റി ചെറിയ ചെറിയ ഡൗട്ടുകളും അതേപോലെ തന്നെ ഒരു കൺഫ്യൂഷൻസുകളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക. പൂർണ്ണമായി കണ്ടു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ വരില്ല, ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ സാധാരണയായിട്ട് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു സൊല്യൂട്ടും ഉണ്ടാകും, അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് സോൾവെന്റും ഉണ്ടാവും അല്ലേ? ഇതിനെ പറ്റിയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ എന്താണ് സാറേ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരവുണ്ട്. അതായത് ഒരു സൊല്യൂട്ടും ഒരു സോൾവെന്റും ചേർന്നാൽ എന്താവില്ല, അത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആവില്ല. അതിന് കൃത്യമായിട്ടുള്ള ഒരു എന്തുണ്ട്, അതിനൊരു പ്രോട്ടോകോൾ ഒക്കെ ഉണ്ട്. എന്താണ് ആ പ്രോട്ടോകോൾ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ബീക്കർ എടുത്തിട്ടുണ്ട്. ആ ബീക്കറിൽ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്, വാട്ടർ. ഓക്കെ, ഈ വാട്ടറിന്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഉപ്പോ പഞ്ചസാരയോ എന്ത് വേണം ഇടാം. അപ്പൊ തൽക്കാലം നമ്മൾ സാൾട്ട് ഇടുന്നു. ആദ്യം നമ്മൾ സാൾട്ട് ഇട്ട സമയത്ത് അത് ഡിസോൾവ് ആയി, ഒന്ന് ഇളക്കി കൊടുത്തപ്പോൾ അത് ഡിസോൾവ് ആയി. രണ്ടാമത് നമ്മൾ സാൾട്ട് ഇട്ടപ്പോൾ അത് ഡിസോൾവ് ആയി അല്ലെ? മൂന്നാമത് നമ്മൾ സാൾട്ട് ഇട്ടപ്പോൾ അത് വീണ്ടും ഡിസോൾവ് ആയി. അങ്ങനെ നമ്മൾ കുറേ സമയം ഈ സാൾട്ട് ഇങ്ങനെ ഇട്ടുന്നതനുസരിച്ച് ഇങ്ങനെ ഡിസോൾവ് ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു പ്രത്യേക പോയിന്റിൽ എത്തിയപ്പോൾ നമ്മൾ സാൾട്ട് ഇട്ട സമയത്ത് എന്ത് ചെയ്യുന്നില്ല, ഇതിൻ്റെ അകത്ത് ഡിസോൾവ് ആവാതെ എന്ത് ചെയ്യുന്നു, ഈ സാൾട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്, പിന്നെ ഡിസോൾവ് ആകുന്നില്ല. ആ സാൾട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സൊല്യൂഷനെ നമുക്ക് എന്ത് വിളിക്കാം? ഈ സൊല്യൂഷനെ മൊത്തമായിട്ട് നമുക്ക് എന്ത് വിളിക്കാം? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് നമുക്ക് വിളിക്കാം. കിട്ടില്ല മക്കളെ? അപ്പൊ എന്താണ് ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഒരു സൊല്യൂട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ അകത്ത് ഡിസോൾവ് ആവില്ല. അതിന്റെ ഡിസോൾവിങ് കപ്പാസിറ്റി കംപ്ലീറ്റ് എന്ത് ചെയ്തു? ഇല്ലാണ്ടായി അല്ലെ? അത് നശിച്ച് അതിന്റെ ഡിസോൾവിങ് കപ്പാസിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടായി. ആ ഒരു ടൈപ്പ് സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ? അപ്പൊ സാധാരണ ഒരു സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് എന്തിട്ട് കഴിഞ്ഞാലും അത് ഡിസോൾവ് ആവും. പക്ഷേ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ്റെ അകത്തേക്ക് നിങ്ങൾ ഒരു പഞ്ചസാരയോ സാൾട്ടോ ഷുഗറോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യില്ല? ഡിസോൾവ് ആവില്ല. കൃത്യമായിട്ട് മനസ്സിലായല്ലോ? ഈസി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതാ നിങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നിട്ട് നമ്മളെ അടിപൊളിയായിട്ട് നമ്മളെ ക്ലാസ്സുകൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മികച്ച ഫാക്കൽറ്റീസ്, എക്സ്പേർട്ട് ഫാക്കൽറ്റീസ്, ഡൗട്ട് ക്ലിയറൻസ്, റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സുകൾ, മെന്റർ സപ്പോർട്ട്, PYQ. അതേപോലെ തന്നെ ചില കുട്ടിയൊക്കെ ഈ മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷിനൊന്നും ബേസിക് കൃത്യമായിട്ട് അറിയില്ല. അതൊക്കെ തികച്ചും ഫ്രീ ആയി നിങ്ങൾക്ക് നൽകിക്കൊണ്ട് നമ്മളെ എന്താണ് സൂപ്പർ ബാച്ച് ഫോർ ക്ലാസ് 9th തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഇത് എന്താണ് ഒരു അവസാനത്തെ കോളായിട്ട് നിങ്ങൾ കരുതുക. കാരണം ഇവിടെ ഒരു ചെറിയ പൈസക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇത് ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ കൂടുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഖേദയ്ക്കോ അല്ല സാറേ എന്താ സാറേ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക, വേഗം എന്ത് ചെയ്യുക, നമ്മളിതാ ഈ ഒരു ബാച്ചിലേക്ക് അങ്ങോട്ട് ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നിങ്ങൾ ക്ലാസ് 9 അങ്ങോട്ട് പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഒരു 9ാം ക്ലാസ്സിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയാക്കാനുള്ള മുഴുവൻ കോമ്പണൻസുമായിട്ടാണ് എജുപോർട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അതും ഒരു എന്താണ് ചെറിയൊരു പൈസയ്ക്കാണ്. അതൊക്കെ നിങ്ങൾക്ക് എന്താണ് അതിൽ തികച്ചും ഫ്രീ ആയിട്ടുള്ള ബേസിക് ക്ലാസ്സുകൾ അടക്കമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനിതാ ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, 9207998855 എന്ന് പറഞ്ഞിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങളൊന്ന് കോൾ ചെയ്താൽ മതി. ഇനി അവ എടുത്തിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ പേടിക്കേണ്ട, അവർ തിരിച്ചു വിളിച്ചോളും. ഓക്കെ, അപ്പോൾ താഴത്തെ ലിങ്ക് പറഞ്ഞു വരുന്നത് ഫോർ രജിസ്റ്റർ സൂപ്പർ ബാച്ച്. ഓക്കെ, മാത്രമല്ല നമ്മളെ എന്താണ് നിങ്ങളുടെ ക്ലാസ് 9 പുതിയ അപ്ഡേറ്റ്സുകൾ, അതും തന്നെ ക്ലാസ് നോട്ട്സുകൾ, മെറ്റീരിയൽസുകൾ, ഈ കാര്യങ്ങളൊക്കെ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവും. കമ്മ്യൂണിറ്റി തികച്ചും ഫ്രീ ആണ്. അതിൻ്റെ ലിങ്കും നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. വീണ്ടും കാണാം. ഗുഡ് ബൈ.